ചെറിയ ഷോപ്പിംഗ് ആണോ വലിയ ഷോപ്പിംഗ് ആണോ എന്നൊക്കെ പോകുമ്പോഴേ അറിയത്തുള്ളൂ. ചെറിയ ഉണ്ടോ ഡൺല ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡൺലത്തിന്റെ തൊട്ടപ്പുറയാണ് കേട്ടോ ഐക്യ. ഹായ് ഓൾ, LS സ്റ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇന്നൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ പ്ലാനുകളൊക്കെ പൊട്ടി പാളീസായി. ഡെർബിയിലേക്ക് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ഇട്ട് ക്യാമ്പ് സൈറ്റ് എല്ലാം ബുക്ക് ചെയ്ത് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തതായിരുന്നു. അപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ക്ലൈമറ്റ് നോക്കിയപ്പോഴത്തേക്കും ഈ ആഴ്ചയൊക്കെ നല്ല എനിക്ക് ഇന്ന് സൺഡേ ആണെന്ന് തോന്നുന്നു, നാളെയൊക്കെ മഴയൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറുതായിട്ട് കോൾഡൊക്കെ ഒന്ന് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാനൊന്ന് ഫ്ലോപ്പായി പ്ലാൻ. പക്ഷേങ്കിൽ ക്യാൻസലും ആക്കി. പക്ഷെ ഞങ്ങളൊരു 3-4 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഡിസൈഡ് ചെയ്ത് ബുക്ക് ചെയ്താണ് കേട്ടോ. അപ്പോൾ സോനു ഇത് ഇവിടെ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ലെറ്റേഴ്സ്, നമ്മുടെ പഴയ ഓണറിൻ്റെ ലെറ്റേഴ്സ് സ്റ്റില് വരുന്നുണ്ട്, കുറേ ലെറ്റേഴ്സൊക്കെ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങനെ നോ ലോങ്ങർ ലിവിങ് ഇൻ ദിസ് അഡ്രസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ പോസ്റ്റിൽ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെറ്റേഴ്സ്, അതായത് ആ പർട്ടിക്കുലർ എവിടെ നിന്നാണോ വരുന്നത് അത് പിന്നീട് വരില്ല. ഇതിപ്പം ഏതൊക്കെയോ ടൈപ്സ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പം പോകുന്ന വഴിക്ക് ഈ ഓരോ കടകളുടെയൊക്കെ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ ഈ പോസ്റ്റ് ബോക്സുകൾ, അപ്പോൾ അതിലേക്ക് കൊണ്ടിടാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ എഴുതിയിട്ട്. അപ്പം ഹായ് റ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലാനൊക്കെ ക്യാൻസൽ ആയെങ്കിലും റെഡിങ്ങിൽ സ്റ്റിൽ നല്ല വെതറുണ്ട് ഇപ്പം. അതുകൊണ്ട് ഞങ്ങൾ 1-2 ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറക്കാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ഷോപ്പിംഗ് ആണോ വലിയ ഷോപ്പിംഗ് ആണോ എന്നൊക്കെ പോകുമ്പോഴേ അറിയത്തുള്ളൂ. ചെറിയ ഷോപ്പിംഗ് ആണ് പറയുന്നത്. പക്ഷേങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്തെങ്കിലും ഹോം ഡെക്കർ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കും. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഡൺലം അല്ലേ, അത് ഡൺലം പോവും. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കർട്ടൻ നോക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഹോം ഡെക്കറൊക്കെ നോക്കും. പിന്നെ ഐക്യ ഉണ്ട്. ഐക്യ നമ്മുടെ ഇവിടെ നിന്ന് പോകുമ്പം അടുത്ത് തന്നെ കേട്ടോ. ഡൺലോ ഐക്യാണ് നമുക്ക് ഏറ്റവും അടുത്ത് 5 minutes ഡ്രൈവിലുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഐക്യയിൽ കയറും. ഐക്യയിൽ ഞങ്ങൾ 1-2 തവണയേ പോയിട്ടുള്ളൂ. 1-2 തവണ പോയെങ്കിലും നമുക്ക് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഞങ്ങളങ്ങനെ വാങ്ങിച്ചിട്ടും ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വലിയ സാധനങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ടേബിൾ നോക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് പോകും കടകളിൽ, ഓരോരോ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് ഉണ്ട് മനസ്സിൽ. അപ്പം നമുക്കിനി ഡൺലത്തിലേക്ക് പോവാം അല്ലേ. ഇപ്പോൾ ഡൺലത്തിലേക്ക് പോവാം. ഈ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇട്ടില്ലായിരുന്നോ? ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡൺലത്തിലെത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടല്ലോ. ഡൺലത്തിലൊക്കെ കുറേ ഓഫറുകളുണ്ട് കേട്ടോ. ഇപ്പം കുറേ 20%, 50% എന്നൊക്കെ പറഞ്ഞിട്ട് സെയിലുകളുണ്ട്. അപ്പം പിന്നെ സാറ്റർഡേയും കൂടെ ഒക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട്. ഉണ്ടോ ഡൺല ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡൺലത്തിൻ്റെ തൊട്ടപ്പുറയാണ് കേട്ടോ ഐക്യ. രണ്ടും തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ആദ്യം കയറാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐക്യയിലോട്ടും കൂടെ പോവാം. കർട്ടൻ എടുക്കണ്ടേ? ഇതുണ്ട്, എന്ത് വലുതാ. ഇത് ഉണക്കുന്ന തന്നെയല്ലേ? നമ്മുടെ കർട്ടൻ. ഇതല്ലേ നമ്മൾ മറ്റേ വാങ്ങിച്ചേ? അതുണ്ടല്ലോ. നമ്മുടെ സൈസ് ഇച്ചിരി വലുതാണല്ലേ. ഈ 65 രൂപയുടെ ഉണ്ടാവും. 168/182.
ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കർട്ടനുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പല പല കളറിലുള്ള കർട്ടനുകൾ, നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ. വില അത്യാവശ്യം കാണും, പക്ഷെ എന്നാലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് പല പല കളറിലുള്ളതായാലും ഒക്കെ. ഞങ്ങളിപ്പോൾ ഒരു ഗ്രേ ആണ് കേട്ടോ നോക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ അത്യാവശ്യം ഗ്രേ ഒരു കളറാണ് കൂടുതലും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ ഡൺലത്തിൽ തന്നെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ഒറിജിനൽ തന്നെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഒരുപാടുണ്ട് അവിടെ. അപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസുകൾ, പല ടൈപ്പിലുള്ള വേസുകൾ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പം ഫ്ലവർ സെപ്പറേറ്റ്, വേസ് സെപ്പറേറ്റ് കിട്ടും. ചിലതാണെന്നുണ്ടെങ്കിൽ വേസിനകത്ത് ഫ്ലവർ ഇരിക്കുന്നത് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ എന്തോ നടക്കുകയാണ്, എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തോ 50 ഉണ്ട്, 20%, 30% എന്നൊക്കെ പറഞ്ഞ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന ഒക്കെ ഓഫേഴ്സൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ. എനിക്കൊന്ന് ഇതിനെല്ലാം 20% ഓഫറാണ്, ചിലതിന് മാത്രം 50% ഓഫർ. അപ്പോൾ ഈ ഒരു ഓർക്കിഡൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നുന്ന ടൈപ്പ് ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡൺലത്തിൽ കണ്ടു, അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ കുറേ കളക്ഷൻ പ്രൈമാർക്കിൽ കണ്ടിരുന്നു. പക്ഷേ അവിടെ നിന്നും പ്രൈമാർക്കിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡൺലത്തിൽ വന്നിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഡൺലത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവരിങ്ങനെ ഓരോരോ കളക്ഷൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോൾ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കാണാനായിട്ടും വെറൈറ്റി ആയിട്ടൊക്കെ കാണും കേട്ടോ, നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും. പിന്നെ ഈ താഴെ കാണുന്ന പോട്ട്, ഇത് വേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം പൈസയൊക്കെ കുറച്ചിട്ടിരിക്കുകയാണ്. ചിലതൊക്കെ 50%, ഇതൊക്കെ 50% ഓഫ് കഴിഞ്ഞിട്ട് 10 പൗണ്ടിനൊക്കെ നമുക്ക് കിട്ടും. ചിലത് 15 പൗണ്ടിനും പിന്നെ 30 പൗണ്ടിനും ഒക്കെ പല വിലയുടെ ഉണ്ട് ഇവിടെ. എല്ലാത്തിനും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പം. ഇനി ഈ സെക്ഷന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഫ്ലവേഴ്സാണ് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. ഒറിജിനൽ പൂവുകളെയൊക്കെ വെല്ലുന്ന ടൈപ്പിലുള്ള ഭംഗിയുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുന്നതിലും ഈ എല്ലാം കൂടെ ബൾക്കായിട്ട് അവരിങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേനും ഭയങ്കര രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഡൺലത്തിൽ പോയി കഴിഞ്ഞാലും ആ ഒരു സെക്ഷനിലൊന്ന് പരതി നടന്നിട്ടേ വരാറുള്ളൂ. പിന്നെ നമ്മുടെ ക്ലോക്കുകൾ, അതുപോലെ തന്നെ മിററിൻ്റെ സെക്ഷൻസാണ് കേട്ടോ. എനിക്ക് കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൺലത്തിൻ്റെ ഓൺലൈൻ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കാണാറുണ്ട്. അപ്പോൾ അത്രയും കളക്ഷനൊന്നും നമ്മൾ സ്റ്റോറി വരുമ്പോൾ കാണുന്നില്ല ഇപ്പം. കാരണം എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയോണ്ടായിരിക്കും. ഈ മിറർ കൊള്ളായിരുന്നു കേട്ടോ, ഇച്ചിരി ഒരു വലിപ്പം കൂടുതലുണ്ട് എന്നാലും, പക്ഷേ കോമൺ ആയിട്ട് കാണുന്നൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഓൺലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മോഡേൺ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ ടൈപ്പ് മിറേഴ്സൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മിറേഴ്സിനൊക്കെ എനിക്കൊന്ന് ചില മിറേഴ്സിന് മാത്രം 20% ഓഫർ, ബാക്കിയൊക്കെ കുറച്ച് അത്യാവശ്യം ആ ഒരു സെയിം പ്രൈസിലൊക്കെ തന്നെ അവിടെ ഇട്ടിരിക്കുന്നത്. എന്നാലും ഒരു 60-70 പൗണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മിറേഴ്സ്, നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല ടൈപ്പ് മിറേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഹോൾവേയിൽ വെക്കാനോ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ക്ലോക്കുകളുടെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു, കുറേ ക്ലോക്കുകൾ. അപ്പോൾ അത് നമുക്ക് ഭിത്തിയിലൊക്കെ ആണി അടിക്കുന്നതിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനത്തെയൊക്കെ ആണി അടിച്ചൊക്കെ വെക്കാം കേട്ടോ. എനിക്കൊന്ന് ഒട്ടിച്ച് വെക്കുന്നതിന് നമുക്ക് പറ്റുന്നുണ്ടാവില്ല, കാരണം ഇതിനൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. ഹോം ഡെക്കറിൻ്റെ കേസിൽ നമുക്ക് ഡൺലം, നിങ്ങൾക്കിപ്പം ഹോം ഡെക്കർ സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡൺലം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ചില ഐറ്റംസിനൊക്കെ എന്താ പറയുക, പ്രൈസൊക്കെ ഇച്ചിരി ഒരു ഇതായിട്ട് നമുക്ക് കൂടുതലായിട്ട് തോന്നിയാലും ക്വാളിറ്റി വൈസ് നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ വീട്ടിലേക്കുള്ള നമ്മുടെ കിച്ചൺ ഐറ്റംസൊക്കെ കൂടുതലും വാങ്ങുന്നതും ഡൺലത്തിൽ നിന്നാണ്. പിന്നെ ഇതൊരു ആർട്ടാണ് കേട്ടോ, നമ്മുടെ ഒരു വോൾ ആർട്ട്. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് നോക്കി അത് മാത്രം ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തു. പിന്നെ നമ്മൾ തിരിച്ചൊന്ന് ഓടി ഈ ഒരു സെക്ഷൻസിലേക്ക് വന്നതാണ് കേട്ടോ, നമ്മുടെ കിച്ചണിൻ്റെ സെക്ഷൻസിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നൊന്നും ഒന്നും എടുക്കാൻ പ്ലാനില്ല, ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അവിടെ കാണുന്നതും എടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും നോക്കാതെ തന്നെ ഞങ്ങൾ സ്പീഡിൽ പോവാണ് കേട്ടോ. കാരണം എല്ലാം വീട്ടിലേക്കുള്ള കിച്ചണിലേക്കുള്ള അത്യാവശ്യം എല്ലാ പ്ലേറ്റ്സും മഗ്ഗുകളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒന്നും നമുക്കിനി വെക്കാനായിട്ട് തന്നെ നമുക്കിനി സ്പേസ് കണ്ടുപിടിക്കണം. പിന്നെ ആവശ്യത്തിലധികമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും നോക്കാതെ ഞങ്ങൾ പോവുകയാണ്. അപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശന്നും തുടങ്ങി കേട്ടോ, ഉച്ചയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വിശന്നു തുടങ്ങിയോണ്ട് ഞങ്ങൾ മടുത്തു. എന്നാലും ഒന്ന് ഓടി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ കിച്ചൻ്റെ സൈഡിൽ ആരോ എനിക്ക് തോന്നുന്നു മാറ്റി എവിടെയോ സ്ഥലത്ത് വെച്ചിരിക്കുന്നതായിരുന്നു ഈ ഒരു ഫ്ലവർ, ടുലിപ്പ്. അപ്പോൾ ടുലിപ്പ് കണ്ടു. അപ്പോൾ അത് ടുലിപ്പിനാണല്ലോ, എനിക്കൊരു ഓറഞ്ച് ടുലിപ്പ് വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ ആണ്. പക്ഷേ കണ്ടപ്പോൾ ഇച്ചിരി ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അത്
പിന്നെ ഇതാണ് നമ്മുടെ പാത്രങ്ങളുടെയൊക്കെ സെക്ഷൻ. ഇവിടെയും ചിലതിനൊക്കെ 20% ഓഫ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഡൺലത്തിൻ്റെ പ്രൊഡക്ട്സ് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ് ഉണ്ട്, വേറെ കമ്പനീസിൻ്റെ ഉണ്ട്, ബ്രാൻഡുകളുണ്ട്. അതുപോലെ തന്നെ ഡൺലത്തിൻ്റെ തന്നെ ഐറ്റംസ് ഉണ്ട്. ഡൺലത്തിൻ്റെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് എല്ലാം. നമ്മളപ്പോൾ അങ്ങനെ ഡൺലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഡൺലത്തിൽ നിന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. കർട്ടൻ നമ്മുടെ സൈസിലുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പീസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഓൾറെഡി ഓപ്പൺ ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ ഡൺലത്തിൻ്റെ തന്നെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമുക്ക് വീട്ടിലോട്ട് തന്നെ ഓർഡർ ചെയ്യാൻ വെച്ചു. പിന്നെ ആകെ ഒരു ഫ്രെയിം വാങ്ങിച്ചിട്ട്, ഒരു ഫോട്ടോ ഫ്രെയിം, ജസ്റ്റ് വോളാട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇവിടെ തൊട്ടടുത്ത് മെക്ഡി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡൺലത്തിൽ നിന്ന് നേരെ ഇനിയിപ്പം ഹൈക്കയ്ക്ക് മുന്നേ ആയിട്ട് മെക്ഡിക്ക് പോകുന്ന വെച്ചാൽ ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ. ഇനി മെക്ഡിയും ഇവിടെ തൊട്ടപ്പുറം തന്നെയുണ്ട്. അപ്പോൾ അവിടെ കയറി കഴിച്ചിട്ട് ഇനിയിപ്പം ഐക്യയിലോട്ട് കയറും അല്ലേ. അവിടെ പോയി കയറി നമുക്ക് ടേബിൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഐക്യയുടെ എൻട്രൻസ്. നമ്മളപ്പോൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അകത്തും ഉണ്ട് പുറത്തും ഉണ്ട് തിരക്ക്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്കതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിലും നമുക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഐക്യ. കാരണം ഒരുപാട് കയറി കാണാൻ വേണ്ടിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിനകത്ത്. പക്ഷേ ചില സമയമൊക്കെ നമുക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കും. കാരണം കയറി കഴിഞ്ഞാൽ കുറേ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മളങ്ങ് മടുക്കും. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എക്സിറ്റ് എങ്ങോട്ടാണെന്ന് വിചാരിച്ചിട്ടൊക്കെ ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ വണ്ടർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത്, കയറുന്ന സമയത്ത് തന്നെ അവരിങ്ങനെ ബെഡിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഒരു റൂം സെറ്റപ്പ് അവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഓരോ ഇൻഡിവിജ്വൽ പ്രൈസുകൾ, ഇപ്പോൾ ഓരോ ബോക്സുകൾക്കാണെങ്കിലും കബോർഡുകൾക്കൊക്കെ ആണെങ്കിലും ഇൻഡിവിജ്വൽ പ്രൈസ് അവരിട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സകലമായ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ വെച്ചിരിക്കുന്നതൊക്കെ സാമ്പിൾ ഐറ്റംസ് ഒക്കെയാണ്. അതിലവർ സാമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതേ ഐറ്റം തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ ഐക്യയിലൊക്കെ വരുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട് ഹോം ഡെക്കറൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പം അവിടുത്തെ എല്ലാ സംഭവങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചില ഐറ്റംസൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പം പെയിൻറ്റിങ് അതുപോലെ തന്നെ വോളാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഓരോ കോമ്പിനേഷൻസ്, ഓരോ വോളുകൾക്ക് ഏതൊക്കെ കോമ്പിനേഷൻസ് പെയിൻറ്റ് കൊടുക്കണം, ഈ പെയിൻറ്റിൻ്റെ കൂടെ ചേരുന്ന വോൾ ആർട്ടുകൾ എന്തൊക്കെയായിരിക്കും, കളറുകൾ, അങ്ങനെയുള്ള ഹോം ഡെക്കർ ഐഡിയാസ് നമുക്ക് കൂടുതലായിട്ടും കിട്ടും നമ്മൾ ഐക്യയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഐക്യയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൂടുതലും കളർഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ പെയിൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഓരോ കോമ്പിനേഷൻസ് ആ പെയിൻറ്റിൽ തന്നെ വോൾ ആർട്ട് അതിൻ്റെ കോൺട്രാസ്റ്റ് കളേഴ്സിലൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കാണുമ്പോൾ വളരെ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ വോളാട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റും. വോളാട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞ പെയിൻറ്റിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും. കാരണം നമ്മൾ പെയിൻറ്റൊക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പോൾ അതൊക്കെ അടിച്ച് നോക്കിക്കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ലല്ലോ, ഒരു വിഷ്വലി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ ഐക്യയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഐഡിയാസ് കിട്ടും. സോനു അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ആണി വെച്ചിട്ടാണോ അത് വെച്ചിട്ടുള്ളത്, അപ്പോൾ അതെങ്ങനെയാണ് അവർ വെച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു മൂലയ്ക്കോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ കുറച്ച് എല്ലായിടത്തും ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തേക്കാണ്, റൂമുകൾ, ലിവിങ് റൂമൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് വലിയൊരു മിറർ കണ്ടു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ തന്നെ ഇവിടുത്തെ മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ വലിയതാണ്, സിമ്പിളാണ്. പിന്നെ അവിടെ ഒരു ഓഫീസ് ഇതൊരു സിമ്പിൾ കിച്ചണാണ് കേട്ടോ. നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കിച്ചണുകളും ഉണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ പ്രൈസ്, ഹോൾ യൂണിറ്റിനായിട്ടെല്ലാം കൂടെ എത്ര പ്രൈസ് വരും എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന എല്ലാ കുഞ്ഞു ഐറ്റംസും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. സാമ്പിൾ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഐറ്റംസും നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയൊക്കെ ആയിട്ട് അവരിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവാം.
പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ അവർ ആരോ മാർക്കായിട്ട് ഇട്ടിരിക്കുമായിരിക്കും കേട്ടോ, കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ ആരോ മാർക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ ശ്രദ്ധിച്ച് പോയാൽ മതി. ആദ്യമായിട്ട് ഞങ്ങൾ IKEA വന്ന സമയത്ത് ഞങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് എക്സിറ്റ് എന്നുള്ളത്. കാരണം നമുക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തോട്ടിറങ്ങി പോകാൻ വേണ്ടിയിട്ട് പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോ ഫോളോ ചെയ്ത് പോകുമ്പോൾ ചില സമയത്തൊക്കെ ഫോളോ ചെയ്ത് സെയിം സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ എത്തും. അങ്ങനെയൊക്കെ ചിലപ്പോൾ അറിയില്ലാത്തതുകൊണ്ടാവും, ഫസ്റ്റ് ടൈം വന്നുകൊണ്ടായിരിക്കും. കുറേ തവണയൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ അതൊരു അറിയുമല്ലോ നന്നായിട്ട്. ഇവിടെ അവർ ബെഡ്റൂം അതുപോലെ തന്നെ ബാത്റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂം, ബാത്ത് ടബുകൾ, ടോയ്ലറ്റ്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. സാമ്പിളായിട്ട് അവരെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡ്റൂമിൽ തന്നെ ഓഫീസ് റൂമിൻ്റെ സെറ്റപ്പുകൾ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. കിച്ചൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, കബോർഡുകൾ, അതുപോലെ തന്നെ ഓവന്, എല്ലാ കാര്യങ്ങളും അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ഓപ്പൺ ഡൈനിങ് ആയിട്ട് ഉള്ളത് നല്ല രസമുണ്ട് കേട്ടോ ഓവറോൾ കാണാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കുന്ന പോലെ തോന്നും. പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള കിച്ചണുകളും റൂമുകളും ഒക്കെ തോന്നാറുണ്ട്. ഞങ്ങളിത് ഇപ്പോൾ അങ്ങനെ ഫോട്ടോ ഫ്രെയിമുകളുടെ സെക്ഷനിൽ എത്തിയിട്ടോ. ഫോട്ടോ ഫ്രെയിമുകൾ കുറേ 3-4 പൗണ്ടൊക്കെ ഉള്ളത് അവരിപ്പോൾ 1 പൗണ്ടൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഫ്രെയിംസൊക്കെ ചിലപ്പം ഒരുപാട് സ്റ്റോക്കിലുള്ളത് കൊണ്ടാവാം ബ്ലാക്ക് കളേർഡ് ഫ്രെയിമും വൈറ്റ് കളേർഡ് ഫ്രെയിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭിത്തിയിൽ നന്നായിട്ട് ഇപ്പം വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഓരോന്നും ഫോട്ടോസ് എടുത്ത് അതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, 4 പൗണ്ടായിരുന്നിട്ട് 3 പൗണ്ടായി. പിന്നെ അവർ അതിനെ 1 പൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രെയിംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ IKEAയിലൊക്കെ ഒന്ന് വന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിംസ് സ്പെഷ്യലി നോക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതുണ്ട് കുഞ്ഞൊരു ലൈറ്റ് വെക്കുന്നൊരു ഹോൾഡറാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് ഇങ്ങനെ, ലൈറ്റല്ല, നമ്മുടെ ഈ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ വെക്കത്തില്ല, അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ രസമായിരിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ചുമ്മാ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് അതിന് വേണ്ടി പ്രിൻ്റൊക്കെ എടുക്കണം. ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് നല്ലൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചാൽ മതി. ഇതാണ് കേട്ടോ മെഴുകുതിരി, അവരതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. ആ ടൈപ്പ് മെഴുകുതിരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്തോട്ട് കത്തിച്ച് വെച്ചാൽ നല്ല രസം കാണും. പിന്നെ IKEAയിലും ഒരുപാട് നല്ല ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എവിടെ പോയാലും ആദ്യം പോകുന്നത് ഇങ്ങനെ ഫ്ലവേഴ്സ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ചെന്ന് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് തോന്നുന്നു 6-7 പൗണ്ടൊക്കെയാണ്. റോസുകളും കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ റോസൊക്കെ ആയിട്ടല്ലേ ഇരിക്കുള്ളൂ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ നടക്കുമ്പോൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു വേസുകളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഡൈനിങ് ടേബിള്, അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ചെയറുകൾ, പിന്നെ ഓഫീസ് ചെയർ, അങ്ങനത്തെ സെക്ഷൻസൊക്കെയാണ്. പിന്നെ ഈ ഒരു കിച്ചൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ന് വെച്ചാൽ നല്ല യൂണിറ്റുകൾ, കബോർഡുകളൊക്കെ ആണെങ്കിലും നല്ലതാണ്. പിന്നെ അവർ വളരെ സിമ്പിളായിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അവിടെ വെച്ചിട്ടില്ല. വൈറ്റ് ഒരു കിച്ചണാണ്.
പക്ഷെങ്കിൽ എല്ലാം ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രം അതിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വർക്ക് ടോപ്പുകളാണെങ്കിലും നല്ല ഒരു വൈറ്റ് ഒരു തീമൊക്കെയാണ്, വൈറ്റും ആ ഒരു ഗ്രാനൈറ്റിൻ്റെ ആ ഒരു ഗ്രേ കളർ തീമൊക്കെയാണ്. പക്ഷേ വൈറ്റ് എത്രത്തോളം നമുക്ക് എന്താ പറയുക ഡെയിലി യൂസിന് എത്രത്തോളം വൈറ്റ് വെച്ചാന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ വീട്ടിലൊക്കെ വൻസോ വൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മഞ്ഞപ്പൊടിയൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും. പക്ഷേ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളി ലുക്കാണ് കേട്ടോ ഈ കിച്ചൺ. പിന്നെ നമ്മളങ്ങനെ ടേബിൾ ചെയറിൻ്റെ അവിടെ വന്നു കേട്ടോ. അപ്പോൾ ഗ്രേ ആണ്, ഞാനിപ്പോൾ എപ്പോൾ എന്ത് ഐറ്റം കണ്ടാലും ഗ്രേയിലേക്കാണ് ആദ്യം പോയി നോക്കാറ്. അങ്ങനെ ഗ്രേ ഒരു ടേബിൾ അവിടെ കണ്ടു, പക്ഷേ വലിയ സുഖം തോന്നിയില്ല. പിന്നെ അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ കണ്ട ഒരു ചെയറിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നോക്കുമായിരുന്നു. ഒരു 5 minutes ഇരുന്ന് ഒക്കെ ഒന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിയുള്ള സെക്ഷൻസിലേക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മിറേഴ്സിൻ്റെ സെക്ഷനിലൂടെ നമ്മൾ വന്നു. അപ്പോൾ മിറേഴ്സും കുറേ ഉണ്ട്, ഒരുപാട് വലിയ മിറേഴ്സും പിന്നെ ചെറിയ മിറേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ കളക്ഷൻസ് ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്. പിന്നെ ഡൺലത്തിൽ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾ മിറേഴ്സൊക്കെ നോക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കിപ്പം കമ്പയർ ചെയ്തിട്ട് വാങ്ങാം കേട്ടോ. ബൈക്കയിലും വേറെ കടകളിലും ഒക്കെ. എനിക്ക് അറിയില്ല, ഡൺലപ്പ് എനിക്ക് അറിയുന്നതുകൊണ്ടാണ്. ഡൺലത്തിലും അതുപോലെ വേറെ സ്ഥലങ്ങളിലൊക്കെ കാണും നല്ല കളക്ഷൻസ്. പിന്നെ ഇതാണ് കേട്ടോ ഫുഡ് കോർട്ട്. അപ്പോൾ ഫുഡ് കോർട്ടിൽ ഇവിടുത്തെ എന്തോ മീറ്റ് ബോൾസ്, അങ്ങനെ മാഷ് പൊട്ടറ്റോ, അങ്ങനെ ഒരു ഐറ്റം ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തോ സ്വീഡിഷ് ഐറ്റമാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലതാണോ അല്ലേന്നൊന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പം ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല അത് ഇവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും. പിന്നെ ഇത് താഴോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. കിച്ചൺ യൂട്ടൻസിൽസ് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. അതുപോലെ തന്നെ ബെഡിൻ്റെയൊക്കെ മറ്റേ ഡുവെറ്റ്സും എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്കിങ്ങനെ സാധനങ്ങൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും സാമ്പിൾ ഇതല്ല, നമുക്ക് ആളുകൾക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഏരിയ ആണ്. നമ്മളിത് വീണ്ടും എൻഡിലേക്കൊക്കെ ആയപ്പോഴത്തേനും ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിൽ പിന്നെയും വന്നു കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ്, ഈ വെള്ള ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെള്ളയായിട്ടുള്ളതൊക്കെ അത് 7 പൗണ്ടൊക്കെയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ഓരോ സ്റ്റെമ്മിൽ ഒരു കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പിന്നെ ഓർക്കിഡുകളും നല്ല ഒറിജിനാലിറ്റി ഉള്ള ഒരു ഫ്ലവേഴ്സ് തന്നെയായിരുന്നു അത്. നമ്മളങ്ങനെ ഇത് ഐക്യന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഐക്യന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, ഒരു 3 ഐറ്റം മാത്രം വാങ്ങിച്ചു. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ട്രേ വാങ്ങിച്ചു അതിൻ്റേത്. പിന്നെ ടേബിളൊക്കെ നോക്കി, ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ ടേബിള്. നമ്മളെപ്പോൾ വന്നാലും നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ വലിയതായിട്ടൊന്നും നമുക്ക് അങ്ങനെ സാധനങ്ങൾ അവിടെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് കുറേ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇത്തവണ ഇഷ്ടപ്പെട്ട പൂക്കൾ കേട്ടോ, കുറേ നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി വീട്ടിലെ എല്ലാ മുക്കിലും മൂലയും വെക്കാനുള്ള ചെടികളും പൂക്കളും ഒക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇടയില്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ ഒരു ചെറിയൊരു പോട്ട് വേണമായിരുന്നു, അത് മാത്രം വാങ്ങി. പിന്നെ എന്തോ ഒരു സാധനം, ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ വാങ്ങിച്ചിട്ടോ. ഫോട്ടോ ഫ്രെയിമും ഒന്ന് വാങ്ങിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങി. അങ്ങനെ 3 ഐറ്റംസേ വാങ്ങിച്ചുള്ളൂ. പക്ഷെ ഫ്ലവേഴ്സൊക്കെ നല്ലത്, ചിലതൊന്നും കൊള്ളത്തില്ല, പക്ഷെ ഒരുപാട് നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. വെള്ള കളറിലൊക്കെ നല്ല രസമുള്ളതൊക്കെ. ഇനിയിപ്പോൾ നമ്മളപ്പോൾ എങ്ങോട്ടാ? ഇനി അസ്തയിൽ പോകണം. അസ്തയിൽ പോയിട്ട് എനിക്ക് അവിടുന്ന് തന്നെ കേക്കിനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കണം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. നമ്മൾ അസ്തയിലൊക്കെ കയറി നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ചെറുതായിട്ടൊരു ചെറിയൊരു കുഴിമുണ്ടി വെക്കണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല, അതിന് വേണ്ട ചിക്കനും സീസണിങ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എന്തോ വാങ്ങിച്ചേ, പിന്നെ കേക്ക് ഒരെണ്ണം ബേക്ക് ചെയ്യണമെന്ന് 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ആ കേക്ക് ബേക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. 4 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇപ്പം തന്നെ വീട്ടിലെത്തും. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.